ഹലോ, ലിസുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഒരു ഫ്രോക്കാണ് തയ്ക്കാൻ പോകുന്നത്. 2 മീറ്റർ തുണിയാണ് ഇതുള്ളത്. പക്ഷേ നല്ല വീതിയുള്ള തുണി, 60 ഇഞ്ചോളം വീതിയുള്ള തുണിയാണ്. പ്യുവർ ലിനനാണ് തുണിയ. നമുക്ക് അടിഭാഗം അംബ്രല്ല കട്ടിങ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഉള്ള തുണി 2 മീറ്റർ തുണിയാണ് ഇതിന് നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞു. ആ ഉള്ള തുണി താഴോട്ടെടുത്ത് ഒന്ന് താഴോട്ട് മടക്കി ഇനി പിന്നെ തിരിച്ച് ക്രോസായിട്ട് ഒന്നും കൂടെ മടക്കിയാണ് നമ്മൾ ഇടുന്നത്. നമുക്ക് ഈ ഫ്രോക്കിൻ്റെ ഇറക്കം വേണ്ടിയത് 45 45-ൻ്റെ മുകളിലത്തെ പാർട്ട് ഒരു 16 ഇഞ്ച് വരും. 16 ഇഞ്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി വേണ്ടിയത് 29 ഇവിടെ നമുക്ക് മുകളിലത്തെ അരഭാഗം മുറിച്ച് കുറച്ച് മുറിക്കേണ്ടിയുണ്ട്. ഒരു 10 ഇഞ്ചോളം പോകും. അപ്പം ഇവിടെ ഉള്ള ടോട്ടൽ ഇറക്കം 39 വരുന്നത്. ആ 39-ൽ നിന്ന് ഇവിടെ മോൾ ഭാഗം ഒരു 10 ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തി മാറ്റാൻ പോകുന്നത്. ഇനി നമുക്ക് കോർണറിൽ നിന്ന് ഒരു 10 ഇഞ്ച് വെച്ചിട്ട് അടയാളപ്പെടുത്താം. ക്രോസായിട്ട് തന്നെ ചെരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി താഴത്തെ ഇറക്കവും നോക്കേണ്ടിയുണ്ട്. താഴത്തെ നമ്മളിപ്പോൾ പറഞ്ഞ് 39 പറഞ്ഞു, അത് എല്ലാ ഭാഗത്തും ഒരേപോലെ അല്ലല്ലോ കിടക്കുന്നത്. 39 ആ 39ഉം ഇതുപോലെ തന്നെ റൗണ്ടായിട്ട് എടുക്കുക. പിന്നെ ഇപ്പം വരച്ച പോയിന്റുകളെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് നമുക്ക് അതിലൂടെ നമുക്ക് വെട്ടിയെടുക്കാം. വരച്ചിരിക്കുന്നതിലെ നമുക്ക് വെട്ടിയെടുക്കാം. ഇപ്പം നമുക്ക് താഴത്തെ പാർട്ടായി. ഇനി നമുക്ക് വേണ്ടിയത് മുകളിലത്തെ പാർട്ട് നമുക്ക് വെട്ടാൻ നോക്കാം. ഇനി കൈയാണ് വെട്ടാൻ വേണ്ടി പോകുന്നത്. കൈക്ക് നമ്മൾ വണ്ണം ഒരു 9 ഇഞ്ച് വണ്ണത്തിൽ മടക്കിയെടുക്കുക. ഇറക്കം 20 ഇഞ്ചാണ് ഇറക്കം വേണ്ടിയത്. 20 ഇഞ്ച് ഇറക്കം എടുക്കാം. 20 ഇഞ്ചാണ് കൈക്ക് മൊത്തം. നമ്മൾ ഫുള്ളാണ് എടുക്കുന്നത്, സ്ലീവ് എടുക്കുന്നത്. അപ്പോൾ 20 ഇഞ്ച് ഇറക്കമാണ് വേണ്ടിയത്. അതിൽ പിന്നെ അടിയിൽ ചെറിയ പടി വെച്ച് കൊടുക്കാനൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആ കൃത്യമായിട്ട് വേണ്ടിയ അളവ് തന്നെ എടുത്താൽ മതി. 20 ഇഞ്ച് ഇറക്കം. ഇനി താഴേക്കൊരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഷേപ്പ് വരുത്തുക. സാധാരണ കൈക്ക് ഷേപ്പ് വരച്ചെടുക്കുക. അടിഭാഗത്തും കൈയുടെ കുറച്ച് വണ്ണം കുറച്ചെടുത്താൽ മതി. നമുക്ക് അത്ര വണ്ണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ കൈയുടെ അടിഭാഗം. അപ്പോൾ അവിടെ കുറച്ച് വണ്ണം കുറച്ച് അങ്ങോട്ടേക്ക് വരച്ചെടുത്താൽ മതി. ഇനി കൈ ഇങ്ങോട്ട് വെട്ടിയെടുക്കാം. സെൻറ്ററിലൊരു മാർക്ക് കൊടുക്കാം. ബാക്ക് പീസാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. കാരണം ഫ്രണ്ടിൽ ചെറിയ ഡിസൈനൊക്കെ വരുമ്പോൾ അതിന് വീതി കൂടുതൽ വരും. അപ്പം ഒരുമിച്ചെടുത്തിട്ടുണ്ട്, ശരിയാകില്ല. അതുകൊണ്ടാണ് ഒരുമിച്ചെടുക്കാതെ ബാക്ക് പീസ് മാത്രമായിട്ട് എടുക്കുന്നത്. ഒരു 11 ഇഞ്ച് വണ്ണമാണ് നമ്മൾ എടുക്കുന്നത്. കാരണം ഒരു 33 ഇഞ്ച് വണ്ണമുള്ള ആൾക്ക് 33-ൻ്റെ കൂടെ ഒരു 3 കൂടെ കൂട്ടുമ്പോൾ 36 വരും. 36 വന്നാൽ അതിനെ 9 4 ഹരിക്കുമ്പം വരുന്നത് 9 വരുമ്പം നമുക്ക് കൃത്യമായിട്ട് എടുക്കാതെ ഇരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒന്ന് വണ്ണം കൂടുകയൊക്കെ ചെയ്താൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ എളുപ്പമുണ്ട്. അതുപോലെ 33-ൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ 34, 35 ഉള്ള വണ്ണമുള്ളവർക്കും ഇതേ രീതിയിൽ അളവിലെടുത്താൽ തയ്ക്കാനും പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന ഞാൻ 11 ഇഞ്ച് വണ്ണമാണ് എടുക്കുന്നത്. താഴെ മുകളിലും 11 ഇഞ്ച് അടയാളപ്പെടുത്തുക. പിന്നെ ഇതിൻ്റെ ഇറക്കം 16 നമുക്ക് വേണ്ടിയത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയിട്ട് തുമ്പിന് വേണ്ടിയിട്ട് ഒന്നും കൂടെ കൂട്ടി 17 ഇഞ്ച് ഇറക്കമാണ് എടുക്കുന്നത്. ഇതിൻ്റെ കഴുത്തിന് കോളർ വെച്ചാണ് തയ്ക്കുന്നത്. അപ്പോൾ ഷോൾഡർ നമുക്ക് കൂടുതൽ വേണം. ഷോൾഡർ വേണ്ടിയത് ഒരു 7.5 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ എടുക്കുന്നത്. 11 ഇഞ്ച് വണ്ണം മുകളിലും താഴെയും ഒരേപോലെ 11 ഇഞ്ച് അടയാളപ്പെടുത്തുക. പിന്നെ ഷോൾഡർ നമ്മളെടുത്ത 7.5. ഇനി താഴോട്ട് കൈക്കുഴിക്കും എടുക്കുന്നതും 7.5. ഷോൾഡർ നമ്മൾ 7.5 എടുത്തു. അതിന് കുറച്ച് താഴെയും നമ്മളൊരു 7.5 തന്നെ നമ്മൾ പിന്നെ മാർക്ക് ചെയ്യുക. കാരണം
തമ്മിൽ വ്യത്യാസം വരരുത്, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എടുക്കുന്നത്. പിന്നെ കൈക്കുഴി താഴോട്ട് വേണ്ടിയതും 7.5 കൈക്കുഴി എടുക്കുന്നത്. അപ്പോൾ ആ കൈക്കുഴിയും 7.5 രണ്ട് സൈഡിലും, അവിടെയും ഇപ്പുറത്തെ സൈഡിലും 7.5 തന്നെ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമുക്ക് കൈക്കുഴി വെട്ടാം. ഇപ്പം വരച്ചിരിക്കുന്നതിൽ നമുക്ക് ഇങ്ങോട്ട് വെട്ടിയെടുക്കാം. അടിഭാഗം വണ്ണം കുറയ്ക്കേണ്ടതാണ്, അത് ഇപ്പം ഞാൻ ചെയ്യുന്നില്ല. നമുക്ക് ലാസ്റ്റ് വണ്ണത്തിനനുസരിച്ച് ചെയ്യാം. സെൻറ്റർ മാർക്ക് ചെയ്യാം. ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് 2 പീസ് തുണി എടുത്തിരിക്കുകയാണ്. അത് സെൻറ്ററിൽ ഓപ്പൺ വരുന്നതാണ്, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല, ഇത് തുണിയും കുറവാണ്, അതുകൊണ്ടാണ് അങ്ങനെ 2 പീസായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ ബാക്ക് പീസ് എടുത്ത് വെച്ച് നോക്കാം. ഇത്രയും കുറച്ച് തുണി കൂടുതൽ ഈ സൈഡിലേക്കൊക്കെ കിടപ്പുണ്ട്. അത് നമുക്ക് ഇറക്കവും ഉണ്ട് കേട്ടോ, കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി അടിച്ചൊക്കെ വരുമ്പോൾ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ കൂടുതൽ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അവിടെ കുറച്ച് ഞൊറി പോലെയൊക്കെ ഇട്ട് കൊടുക്കേണ്ടിയുണ്ട് ഫ്രണ്ടിലേക്ക്. അങ്ങനെ കുറേ 2, 3, 5 ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ തുണി കൂടുതൽ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇട്ട് കഴിഞ്ഞേച്ച് ബാക്ക് പീസും കൂടെ ഒപ്പം വെച്ച് മുറിച്ചെടുക്കാം. ഫ്രണ്ടിലത്തെ പീസാണ്. ആ പീസിൽ നമ്മൾ പടി വെച്ച് കൊടുക്കേണ്ടതാണ് അവിടെ ഫ്രണ്ടിൽ. പിന്നെ ബാക്കിയുള്ള ഭാഗത്തേക്ക് നമ്മൾ ഒരു 2 ഇഞ്ച് അകലം വിട്ടിട്ട് ആ ഗ്യാപ്പിൽ നമുക്ക് എംബ്രോയ്ഡറി എന്തെങ്കിലും ചെയ്യാം. പിന്നെ ഉള്ള സ്ഥലത്ത് നമ്മൾ ചെറുതായിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഞൊറി മാതിരി, ഞൊറി എന്ന് പറയത്തില്ല എങ്കിലും ചെറുതായിട്ട് അങ്ങനെ മടക്കി അടിച്ചു കൊടുക്കുക ചെയ്യുന്ന ഒരു ഡിസൈന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ 3 അവിടെ അടിച്ചു. അത് കഴിഞ്ഞൊരു കുറച്ച് ഗ്യാപ്പിട്ടു. അവിടെ നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത് പിന്നെ ഒരു 3 ഒന്നും കൂടെ അടിച്ചു കൊടുക്കുക. അങ്ങനെ ഞാൻ അടിച്ചുകൊണ്ട് വരാം. ഇത് പറഞ്ഞിരിക്കുന്ന പോലെ അടിച്ച് 2 വശവും അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആ ബാക്കിൽ പീസ് എടുത്ത് വെക്കുക. ഷോൾഡറും കഴുത്തുമെല്ലാം അതേ ലെവലിൽ അതിൻ്റെ അളവിൽ വെട്ടിയെടുക്കുക. മനസ്സിലായില്ല? നമ്മൾ ആ കൂടുതലെടുത്തതിൻ്റെ വ്യത്യാസം മനസ്സിലായോ ഇപ്പോൾ? ഇല്ലെങ്കിൽ നമുക്ക് തികയാതെ വരും. ചിലപ്പം കൂടുതൽ തുണി എടുത്തു കഴിഞ്ഞാൽ മിച്ചമുള്ളത് നമുക്കിതുപോലെ വെട്ടിയെടുക്കാൻ പറ്റും. ബാക്ക് പീസിൻ്റെ കഴുത്താണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അത് 2.25 കഴുത്തിൻ്റെ അകലം, 2.25 കഴുത്തിൻ്റെ അകലവും 1 ഇഞ്ച് താഴ്ചയും. ഇനി അത് ഷേപ്പിലങ്ങ് വരച്ച് വെട്ടിയെടുക്കാം. ഇനി ഫ്രണ്ട് പീസ് എടുത്തിട്ട് അതിൻ്റെ കഴുത്തും കൂടെ വെട്ടാം. അത് ഇതുപോലെ തന്നെ 2.25 അകലം, ഒരു 3.5 താഴ്ച. കഴുത്ത് വരയ്ക്കുമ്പോൾ നമുക്ക് യു ഷേപ്പിൽ വേണ്ട, കുറച്ച് കർവായിട്ട് വരച്ചാൽ മതി. അപ്പോൾ നമ്മൾ കഴുത്ത് 2 ഭാഗവും വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടിയത് ഫ്രണ്ടിലത്തെ പടി പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഫ്രണ്ടിലത്തെ പടി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ തുമ്പൊളിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതിന് 2 പീസ് എടുക്കുക, 2 സൈഡിൽ ഒരു 1/4 ഇഞ്ച് വീതിയിൽ അടിക്കുക. അതിൻ്റെ സൈഡ് ഒന്ന് അടിച്ചിട്ടുണ്ട്. ഇനി ഉള്ളിലേക്ക് വെച്ച് ഡബിൾ പടി അടിക്കുമ്പം വെക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് നമുക്കിപ്പോഴത്തെ പടി പുറത്തേക്കാണ് വരേണ്ടത്. ഉണ്ടോ? അങ്ങനെ അടിക്കുമ്പോൾ പടി പുറത്തേക്ക് വന്നോളൂ. എന്നിട്ട് അതെടുത്ത് മറ്റേതിൻ്റെ മുകളിലേക്ക് വെച്ച് അങ്ങനെയാണ് പടി വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അതിപ്പം വെച്ചിരിക്കുന്ന പോലെ ഒന്ന് അടിക്കണം. ഇപ്പോൾ അതുപോലെ ഒന്ന് അടിച്ചിട്ട് വരും. ഫ്രണ്ട് പീസിൻ്റെ പടി അടിച്ചു കഴിഞ്ഞു. ഇനി ബാക്ക് പീസുമായിട്ട് കൂട്ടി യോജിപ്പിക്കുകയാണ്. ബാക്ക് ഫ്രണ്ട് പീസിൻ്റെയും കൂടെ ഷോൾഡർ തമ്മിൽ കൂട്ടിപ്പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് നമ്മളിനി കൈ അടിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പം കൈയുടെ മുകളിൽ 2 ഞൊറി കൊടുക്കുക. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് 2 അടിപ്പ് കൊടുക്കുക. 2 ഞൊറിയായിട്ട് ഇട്ടിട്ട് അടിച്ച് പിടിപ്പിക്കുക. പിന്നെ അടിഭാഗത്താണെങ്കിൽ ഒരു 2 സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 2 വീതം, അങ്ങനെ ഒരു 4 ഞൊറി കൊടുക്കുക. അപ്പോൾ ഒരുപാട് ലൂസ് വേണ്ട, എന്നാൽ ചെറിയൊരു ലൂസായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് കൈ ഇട്ട് അത് ഞൊറി ഇട്ടിട്ട് അവിടെ അടിക്കുക. ഇനി കൈയുടെ അടിയിൽ പടിയാണ് പിടിപ്പിക്കാൻ പോകുന്നത്. ആ പടി 2ആയിട്ട് മടക്കിയിട്ട്
വെച്ച് കൊടുക്കുക. ഈ രണ്ടായിട്ട് മടക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഒരു അടിപ്പ് ലാഭം കിട്ടാനാണ് കേട്ടോ. സൈഡ് ഒരിട അടിക്കണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ട് ആയിട്ട് മടക്കിയിട്ട് നമ്മളെപ്പോഴും വെക്കുന്നത്. അങ്ങനെ ഒന്നടിക്കുക. രണ്ട് കൈയും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. കൈ നമ്മൾ രണ്ട് സൈഡിൽ ഞൊറിയൊക്കെ ഇട്ടായിരുന്നു. അതിൻ്റെ കൂടെ പടിയും കൂടെ, ഒരു ചെറിയ പടിയും കൂടെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെറിയ പീസെടുത്ത് തുമ്പൊളിച്ച് അടിച്ചിരിക്കുന്നു, എത്ര മാത്രമേ ഉള്ളൂ. ഇനി അതിൻ്റെ നമുക്ക് ഫ്രണ്ട് വശം മാത്രം എടുത്തു വെട്ടാം. അകമായിട്ട് ആണ് വെച്ചിരിക്കുന്നത്. ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ചാൽ നമുക്ക് കൈ രണ്ടും മാറിപ്പോകാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും കൈ ചിലപ്പം രണ്ട് കൈയുടെ ഒന്നും ഫ്രണ്ടും ബാക്കും ആയിപ്പോയെങ്കിലോ, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ രണ്ടും എപ്പോഴും അത് ഫ്രണ്ടിലായിട്ട് തന്നെ വരും. അവിടെ ഫ്രണ്ട് നമുക്ക് കുറച്ചെടുത്ത് കയറ്റി വെട്ടാം. അവിടെ ഒന്ന് മാർക്കും കൂടെ ചെയ്ത് വെക്കാം. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ വെക്കാൻ നേരത്ത് പിന്നെ നോക്കാനൊന്നും പോകണ്ട. അപ്പം മാർക്ക് കാണുമ്പോഴേ നമുക്ക് അവിടെ ഫ്രണ്ടിലേക്കായിട്ട് വെക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഷോൾഡർ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ആ ഷോൾഡർ പിടിപ്പിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് കൈ പിടിപ്പിക്കുകയാണ് ഇനി വേണ്ടിയത്. രണ്ടിൻ്റെയും സെൻറ്റർ തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് രണ്ട് സൈഡിലേക്കും അടിച്ചു വിടുക. 2 പ്രാവശ്യം അടിക്കണം. അതുപോലെ തന്നെ രണ്ട് കൈയും നമുക്ക് ഇപ്പം ചെയ്തിരിക്കുന്ന പോലെ തന്നെ അടിക്കാം. നമ്മൾ കൈ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കൈയുടെയും ഉടലിൻ്റെയൊക്കെ വണ്ണമാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടിയുള്ളത്. കൈക്ക് നമുക്കൊരു 4.5 എടുക്കാം. 4.5 ഇഞ്ച് കൈയുടെ വണ്ണം എടുക്കാം. മുകൾ ഭാഗത്ത് ഒരു 6.5 ഇഞ്ചും കൈക്കുഴിയുടെ ഭാഗം അവിടെ 6.5 ഇഞ്ചും എടുക്കാം. ഇനി ഉടലിൻ്റെ വണ്ണമാണ് എടുക്കാനായിട്ട് പോകുന്നത്. അത് 33 ഇഞ്ച് വണ്ണമുള്ള ആൾക്കാണ് ഞാൻ ഈ ഉടുപ്പ് തയ്ക്കുന്നത്. അപ്പോൾ അവർക്ക് 33ൻ്റെ കൂടെ നമ്മൾ 3 കൂടെ കൂട്ടിയിട്ട് 36 ഇഞ്ച്. അപ്പം 36ൻ്റെ പകുതി 18. അങ്ങനെയാണ് നമ്മളിപ്പോൾ 18 ഇഞ്ച് ഉടലിൻ്റെ വണ്ണം എടുക്കുന്നത്. താഴ്ഭാഗത്ത് അടിഭാഗത്ത് 16 ഇഞ്ചുമാണ് ഇതിനെടുക്കുന്നത്. ഇത് ഞാൻ പറയില്ലേ, എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഒരു അളവ് പറയാൻ പറ്റത്തില്ല. അങ്ങനെ അളവാണെങ്കിൽ നമുക്കവിടെ പിന്നെ 18 ആണെങ്കിൽ 15 എടുത്താൽ മതി. പക്ഷേ ഇവിടെ ഞാൻ എടുക്കുന്നത് 16 അത് ഓരോരുത്തരുടെ ബോഡി ഷേപ്പ് അനുസരിച്ചിരിക്കും. ചിലവർക്ക് 15 മതി, ചിലവർക്ക് ഇതിപ്പം 16 വേണം. അതുകൊണ്ടാണ് അവിടെ 16 എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കൈ തൊട്ട് അടിവരെ അടിക്കാം. അടിച്ചു കഴിഞ്ഞേച്ച് വേണം നമുക്കിനി അടിഭാഗം കൂട്ടിപ്പിടിപ്പിക്കാനായിട്ട്. നമ്മളിപ്പോൾ ഇതാ രണ്ട് സൈഡും അടിച്ചിട്ടുണ്ട്. 2 സൈഡ് അടിച്ചെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സൈഡ് ഞാൻ ഫുള്ളാക്കിയിട്ടില്ല കേട്ടോ. സൈഡ് കുറച്ച് വരെ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് ആ ഒരു സൈഡിൽ നിന്ന് വേണമല്ലോ നമുക്ക് അടിയിലത്തെ പീസ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ അത് ഫുള്ളാക്കാതെ അവിടെ വെച്ചത്. ഇനി നമുക്കത് മറ്റേ പീസ് പിടിപ്പിക്കുമ്പോൾ അങ്ങോട്ട് അടിച്ചു പോകാം. പിന്നെ സെൻറ്ററും നമ്മൾ 2 പടിയുള്ളത് രണ്ടും കൂടി ഒന്ന് അടി മാത്രം ഒന്ന് കൂട്ടി പിടിപ്പിച്ചിട്ടുണ്ട്. കാരണം അതും അടിയിലത്തെ പീസ് പിടിപ്പിക്കുമ്പോൾ ഒരുമിച്ച് അതിൻ്റെ മുകളിൽ കൂടെ പോകേണ്ടതാണ്. അതുകൊണ്ടാണ് അങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നത്. ഇനി നമ്മളിത് 4ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. അതിൽ 4ആയിട്ട് മടക്കിയിട്ടിട്ട് ഉണ്ടാവും കുറച്ച് തുമ്പ് കൂടുതലുണ്ട്. ആ തുമ്പൊന്ന് വെട്ടി കുറച്ച് നമുക്കൊന്ന് വെട്ടിക്കളയാം. ഇനി നമ്മൾക്ക് മുകളിലത്തെ പാർട്ടും താഴത്തെ പാർട്ടും കൂടെ കൂട്ടിപ്പിടിപ്പിക്കുകയാണ്. അത് ഒന്നെങ്കിൽ മുകളിലത്തെ പാർട്ടിൻ്റെ മുകളിലേക്ക് അടിയിലത്തെ വെക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ മുകളിലത്തോട്ട് രണ്ടും തമ്മിൽ ചേർത്ത് കൂട്ടി അടിക്കുക. അത് പിന്നെ അകമായിരിക്കണം, പുറമായിരിക്കണം എന്ന് മാത്രം. പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേതും പുറവശമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്കത് രണ്ടും കൂടെ കൂട്ടിപ്പിടിപ്പിക്കാം. എൻ്റെ 2 മുകളിലത്തെ പാർട്ടും താഴത്തെ പാർട്ടും കൂടെ കൂട്ടിപ്പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി 2 സൈഡും നമ്മൾ നേരത്തെ മുകളിൽ നിന്ന് അടിച്ച് നിർത്തിയിട്ടില്ലായിരുന്നു. അവിടെ തൊട്ട് താഴെ വരെ താഴോട്ടും അടിച്ചു കൊടുത്തു. ഇനി നമുക്കുള്ള പണി എന്നാന്ന് വെച്ചാൽ അതിൻ്റെ കഴുത്തിലൊരു കോളറാണ് വെക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 2 പടിയും കൂടെ ഒരുമിച്ച് പിടിച്ച് പിന്നെ ബാക്കിലെ പിന്നെ സെൻറ്റർ അടയാളപ്പെടുത്തണം. ഇനി നമുക്കതുപോലെ വെച്ച് അതിൻ്റെ നീളം എത്ര എന്നും കൂടെ നോക്കണം.
ഒരറ്റത്ത് നിന്ന് റൗണ്ടിൽ ടേപ്പ് റൗണ്ടായിട്ട് പതുക്കെ പിന്നെ പിടിച്ച് വേണം കൊടുക്കാൻ. കൊടുത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8.5 ഇഞ്ച്. ആ പടിയുടെ അത്രയും വരെ നമുക്ക് അളവെടുത്താൽ മതി. 8.5 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. പടി നമുക്ക് ഒഴിവാകേണ്ടത് അവിടെ വരെ കോളർ വെച്ചാൽ മതി. നമ്മൾ കോളറാണ് ഇനി തയ്ക്കാനായിട്ട് പോകുന്നത്. കോളറിൻ്റെ നീളം നമ്മൾ 8.5 പറഞ്ഞു. 8.5 പറഞ്ഞപ്പോൾ നമുക്ക് 8.5ക്ക് ഒരു 9 ഇഞ്ച് നീളത്തിൽ നമ്മളൊരു കോളർ ഇപ്പം വെട്ടിയെടുത്തിരിക്കുകയാണ്. ഒരു പേപ്പറിൽ ഇതിങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. ആ പേപ്പറ് നമ്മൾക്ക് ഇത് തുണി നമുക്ക് വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ തുണി 4 പീസായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഡബിളായിട്ടല്ല കോളർ വരേണ്ടത്, അതുകൊണ്ടാണ് 2 കോളർ വേണം. അപ്പോൾ ഉള്ള തുണി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് ഈ പീസ് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന പേപ്പറ് ക്രോസായിട്ട് അതുപോലെ അങ്ങനെ ചെരിച്ച് വെച്ചിട്ട് നമുക്കതുപോലെ വരച്ചെടുക്കാം. ഞാൻ വരച്ചിരിക്കുന്നതിലെ പോലെ തന്നെ നമ്മൾ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വെട്ടിയെടുത്തിരിക്കുന്നതാണ്. ഇനി അടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 പീസ് തമ്മിൽ 4 പീസ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ വെട്ടി വെച്ചിരിക്കുന്നത്. അതിൽ 2 എണ്ണം വീതം എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒരു അടിഭാഗം തയ്ക്കേണ്ട, സൈഡ് മാത്രം അങ്ങനെ അടിച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് കഴുത്തിൻ്റെ പീസിലേക്ക് 2 എണ്ണം വെച്ച് കൊടുക്കുക. ഇത് 2 ആയിട്ടാണ് വെക്കുന്നത്. ഒന്ന് പിന്നെ ബാക്കിലെ സെൻറ്റർ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ സെൻറ്റർ തൊട്ട് ഇതിൻ്റെ പടി വരെ ആണ് നമ്മളതങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ അടുത്തത് അതുപോലെ തന്നെ നമുക്ക് വെക്കാം. എന്നിട്ട് അതിൻ്റെ തുമ്പൊളിക്കാൻ വേണ്ടി നമുക്ക് പിന്നെ അടുത്ത ക്രോസ് പീസ് നമുക്ക് വേറെ വെക്കേണ്ടിയുണ്ട്. അങ്ങനെ കോളർ പിടിപ്പിച്ച് കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്രോസ് പീസ് വെച്ച് തുമ്പ് ഒളിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ നൈറ്റിയുടെ ബാക്ക് കഴുത്ത് ക്രോസ് പീസ് വെച്ച് അടിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് അറിയാൻ ഈ ചാനലിലെ തന്നെ നൈറ്റിയുടെ വീഡിയോകൾ കണ്ടാൽ മതി. അങ്ങനെ നമ്മൾ യൂറോപ്യൻ മോഡലിലുള്ള ക്ലാസിക് ലിനൻ ഡ്രസ്സ് തയ്ച്ചു കഴിഞ്ഞു. ഡ്രസ്സിൽ എംബ്രോയിഡറി ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമായെങ്കിൽ ഒന്ന് തയ്ച്ചു നോക്കുക. സംശയമുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാവുന്നതാണ്. ഇതുപോലുള്ള പുതിയ മോഡൽ ഡ്രസ്സുകൾ തയ്ക്കുന്നത് എങ്ങനെയെന്നറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെല്ലൈക്കൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് ഓൾ അമർത്തുക. അപ്പോഴേ പുതിയ വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും തയ്യൽ ഇഷ്ടപ്പെടുന്നവർക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.